അത് വാങ്ങി കാശ് കളയരുത്. അതിനേക്കാൾ നല്ലത് ആറ്റുമണൽ ഉപയോഗിക്കുന്നതാണ്. ആറ്റുമണൽ സബ്സ്ട്രേറ്റിനെ കവർ ചെയ്യുകയും ചെടികൾക്ക് വേര് പിടിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇത് 10 ലിറ്ററിന്റെ കോൺട്രോസ് ഓയിലാണ്. ഇതിന്റെ വില 2800 രൂപയാണ്. ഇനി ഇത് 8 ലിറ്ററിന്റെ പ്ലാറ്റിനം ഓയിലാണ്. ഇതിന്റെ വില 2700 രൂപയാണ്. ഈ പാക്കറ്റുകളുടെയൊക്കെ ഉള്ളിലുള്ളത് മണ്ണാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് കാശ് കൊടുക്കാതെ വാരിയെടുക്കാൻ പറ്റുന്ന മണ്ണ്. പിന്നെ എന്തിനാണ് ഈ ലോകത്തില്ലാത്ത വില കൊടുത്ത് നമ്മൾ ഈ അക്വാസ് ഓയിലൊക്കെ വാങ്ങിച്ച് നമ്മുടെ അക്വേറിയങ്ങളിൽ ഇടുന്നത്? ആറ്റിൽ നിന്ന് മണൽ വാരിയെടുത്ത് അത് കഴുകി അക്വേറിയത്തിലിട്ട് അതിൽ ചെടി വളർത്തിയാൽ പോരെ? നമ്മുടെ പറമ്പിൽ ഒരു വാഴ വെക്കുമ്പോൾ അതിന്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നത് ആറ്റുമണലാണോ? അല്ല, അതിന്റെ ചോട്ടിൽ കുറച്ച് ചാണകപ്പൊടിയും ചാരവും ചീഞ്ഞ ഇലകളൊക്കെ ഇട്ടിട്ട് മണ്ണിട്ട് മൂടും. ഇതിന്റെ ചോട്ടിൽ ആറ്റുമണൽ ഇട്ട് കൊടുത്താൽ വാഴ വളരില്ലേ? വളരും, പക്ഷെ അതിന് ശരിയായിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കില്ല. അതിലുണ്ടാകുന്ന വാഴപ്പഴങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ആരും നോക്കാനില്ലാത്ത ഒരു പറമ്പിൽ തനിയെ വളർന്നു വരുന്ന ഒരു വാഴയിൽ ഉണ്ടാകുന്ന പഴങ്ങളുടെ എണ്ണവും ഒരു വാഴത്തോട്ടത്തിൽ നട്ടു നനച്ചു വളർത്തുന്ന ഒരു വാഴയിൽ ഉണ്ടാകുന്ന വാഴപ്പഴങ്ങളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ടാകും. ആറ്റുമണലിൽ ബേസിക്കലി ചെടികൾക്ക് വളരാനായിട്ട് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒന്നും തന്നെയില്ല. ഈ മൈക്രോ ന്യൂട്രിയൻസിന്റെ അസാന്നിധ്യത്താൽ ആറ്റുമണലിൽ വെക്കുന്ന ചെടികൾ വളർച്ച മുരടിച്ച് കാലക്രമേണ വിളറി ശോഷിച്ചു പോകുകയോ അല്ലെങ്കിൽ നശിച്ചു പോകുകയോ ചെയ്യും. അക്വാ സോയിലും സബ്സ്ട്രേറ്റും ഉപയോഗിച്ചുകൊണ്ട് വളർത്തുന്ന ചെടികൾ നല്ല രീതിയിൽ വളരും. ഞാൻ ഇത്രയും പറഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്, അപ്പോൾ ആറ്റുമണലിൽ അക്വാട്ടിക് പ്ലാന്റ്സ് വളരുകയേ ഇല്ലേ? വളരും, പക്ഷേ ഗ്രോത്ത് വെറും 10% മാത്രമായിരിക്കും. പക്ഷേ ആറ്റുമണലിൽ അക്വാട്ടിക് പ്ലാന്റ്സ് വളർത്താൻ കഴിയും. അത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വെള്ളത്തിനടിയിൽ വിവിധ തരത്തിലുള്ള അക്വാട്ടിക് പ്ലാന്റ്സ് അക്വേറിയത്തിന്റെ ഭംഗി കൂട്ടുകയും അതിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മളിൽ പലർക്കും പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് അക്വേറിയത്തിൽ അക്വാട്ടിക് പ്ലാന്റ്സ് വളർത്തുന്നതിനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള കാരണം, അക്വേറിയത്തിൽ അക്വാട്ടിക് പ്ലാന്റ്സ് വളർത്തുമ്പോൾ അവ പ്രകാശ സംശ്ലേഷണം ചെയ്യും. പ്രകാശ സംശ്ലേഷണം ചെയ്താൽ മാത്രമേ അക്വാട്ടിക് പ്ലാന്റ്സ് വളരുകയുള്ളൂ. പ്രകാശ സംശ്ലേഷണം ചെയ്യുമ്പോൾ മത്സ്യം നിശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾ ഇൻടേക്ക് ചെയ്യുകയും അങ്ങനെ വെള്ളത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുകയും മത്സ്യത്തിന്റെ കാഷ്ടത്തിലുണ്ടാകുന്ന അമോണിയ ചെടികൾ ഇൻടേക്ക് ചെയ്യുകയും അങ്ങനെ വെള്ളത്തിലുണ്ടാകുന്ന അമോണിയയുടെ അളവ് കുറയ്ക്കുകയും പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓക്സിജൻ വെള്ളത്തിൽ ഡിസോൾവ് ആയി തീരുമ്പോൾ അവ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാനായിട്ട് ഉപകരിക്കുകയും ചെയ്യുന്നു. ഒരു അക്വേറിയത്തിൽ മത്സ്യങ്ങളും ചെടികളും ഉണ്ടെങ്കിൽ അവിടെ തനിയെ ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ആകും. ഈ പ്രോസസ്സ് എല്ലാം നടക്കണമെങ്കിൽ ചെടികൾ പ്രകാശ സംശ്ലേഷണം ചെയ്യണം. വെള്ളത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അമോണിയയുടെയും അളവ് കുറയ്ക്കുകയും ഓക്സിജന്റെ അളവ് കൂട്ടുകയുമാണ് ഒരു പ്ലാന്റ് ടാങ്കിൽ ചെടികളുടെ പ്രഥമ കർത്തവ്യം. ഇവ സംഭവിക്കുന്നത് പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോഴാണ് എന്ന് പറഞ്ഞിരുന്നുവല്ലോ. പ്രകാശ സംശ്ലേഷണം ശരിയായ രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അമോണിയയുടെയും അളവ് കുറയുകയോ ഓക്സിജന്റെ അളവ് കൂടുകയോ ചെയ്യുന്നില്ല. പ്രകാശ സംശ്ലേഷണം പ്രോപ്പറായി നടക്കാത്ത സാഹചര്യത്തിൽ ഒരു എക്കോസിസ്റ്റത്തിന്റെ മേജർ റോൾ കൈകാര്യം ചെയ്തിരുന്ന ചെടികൾ ചെയ്യാൻ തുടങ്ങുകയും അമോണിയയുടെ അളവ് കുറയ്ക്കുക എന്ന പ്രോസസ്സിന് വിപരീതമായി ചെയ്യുന്ന ചെടികൾ കൂടുതൽ അമോണിയ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് പ്രോപ്പറായി നടക്കാത്ത ഒരു പ്ലാന്റ് ടാങ്കിൽ അമോണിയ ഷോക്ക് ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമോണിയ ഷോക്ക് ഉണ്ടായാൽ മത്സ്യങ്ങൾക്ക് അസുഖങ്ങൾ വരികയും അവ ചത്തുപോവുകയും ചെയ്യുന്നു. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ചെടികൾ പ്രകാശ സംശ്ലേഷണം നടത്തും. പക്ഷെ പ്രകാശ സംശ്ലേഷണം പൂർണ്ണമാകണമെങ്കിൽ പ്രകാശത്തിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് മൂലകങ്ങളും വേണം. നല്ല രീതിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ 3 കാര്യങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. അവയാണ്: 1 പ്രകാശം, 2 കാർബൺ ഡൈ ഓക്സൈഡ്, 3
ലിക്വിഡ് ഫെർട്ടിലൈസറും നല്ല സബ്സ്ട്രേറ്റും ഉപയോഗിച്ചുകൊണ്ട് പൊട്ടാസ്യം, ഫോസ്ഫറസ്, അയൺ, നൈട്രൈറ്റ് തുടങ്ങിയ മൂലകങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. ഇത് സബ്സ്ട്രേറ്റ്, ലിക്വിഡ് ഫെർട്ടിലൈസർ, ലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഈ 4 കാര്യങ്ങളും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്താൽ ചെടികൾ നല്ല രീതിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കും. ഇനി അക്വ സോയിലും ആറ്റുമണലും. സോയിലും ക്ലേയും ബ്ലെൻഡ് ചെയ്ത് 500 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രോസസ് ചെയ്തുകൊണ്ടാണ് അക്വ സോയിൽ ഉണ്ടാകുന്നത്. പല ബ്രാൻഡുകളുടെയും വ്യത്യാസം അനുസരിച്ച് അവ പ്ലാന്റ് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻസ് അക്വ സോയിലിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇവ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ അക്വ സോയിലിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ചില ഡീസന്റ് ബ്രാൻഡുകളാണ് ADA, കോൺട്രാ സോയിൽ, പ്ലാറ്റിനം സോയിൽ, ട്രോപ്പിക്ക സോയിൽ തുടങ്ങിയവ. നിങ്ങൾ അക്വ സോയിൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡുകളുടെ അക്വ സോയിൽ മാത്രം വാങ്ങിക്കുക. നല്ല ബ്രാൻഡുകളുടെ അക്വ സോയിലിന് 10 ലിറ്ററിന് ഏകദേശം 2500-നും 3000 രൂപയ്ക്കും ഇടയിൽ വില വരും. ചിലപ്പോൾ അതിനേക്കാളും കൂടുകയും ചെയ്യും. ഈ വിലയിൽ നിന്നും വളരെ താഴ്ന്ന വിലയ്ക്ക് മാർക്കറ്റിൽ അക്വ സോയിൽ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് കിലോ കണക്കിന് തൂക്കി വാങ്ങിക്കാം. അത് വാങ്ങി കാശ് കളയരുത്. അതിനേക്കാൾ നല്ലത് ആറ്റുമണൽ ഉപയോഗിക്കുന്നതാണ്. ആറ്റുമണൽ സബ്സ്ട്രേറ്റിനെ കവർ ചെയ്യുകയും ചെടികൾക്ക് വേര് പിടിക്കാൻ സഹായിക്കുകയും ചെയ്യും. നല്ല ബ്രാൻഡഡ് അക്വ സോയിലിൽ കിട്ടുന്ന റിസൾട്ട് ആറ്റുമണലിൽ കിട്ടിയില്ലെങ്കിലും വില കുറഞ്ഞ അക്വ സോയിൽ ഉപയോഗിക്കുന്നതും കാശ് കൊടുക്കാതെ വാരിയെടുക്കുന്ന ആറ്റുമണൽ യൂസ് ചെയ്യുന്നതും ഒരുപോലെയാണ്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നല്ല റിസൾട്ട് കിട്ടാൻ നല്ല ബാക്ടീരിയ, നല്ല അക്വ സോയിൽ, നല്ല സബ്സ്ട്രേറ്റ്, നല്ല ലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, നല്ല ലിക്വിഡ് ഫെർട്ടിലൈസർ ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യുക. ബഡ്ജറ്റ് ഇല്ലാത്ത കാരണം വില കുറഞ്ഞ അക്വ സോയിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട. അതിന് പകരം സബ്സ്ട്രേറ്റിന് മുകളിൽ ആറ്റുമണൽ ഇട്ടാൽ മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.